ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽസ് ക്യൂട്ട്. സോ നിങ്ങളുടെ ട്രാവൽസ് ക്യൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബോട്ടിങ്ങിന് വരുമെന്ന്. സോ ബ്രിഡ്ജ് ഓഫ് പീസിന് താഴെ ഇന്ന് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് വ്ളോഗാണ്. ഇവിടെ ബ്രിഡ്ജ് ഓഫ് പീസിന് താഴെയുള്ള ആ ഫെറിയിൽ നിന്നും ഒത്തിരി ബോട്ടിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി ഇത് അവരുടെ ഒരു സ്റ്റാഫാണ്. സോ അപ്പോൾ ഈ കുട്ടിയുടെ അവരുടെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. So let's see how പറയാ ഈ ബോട്ടിംഗ് സർവീസ് ബ്രിഡ്ജ് ഓഫ് പീസിന്റെ ഇവിടെ തുടങ്ങി. എവിടെയൊക്കെ where all places we go? We go 2 kilometers new Tbilisi, you see, then 4 kilometers old Tbilisi. In old Tbilisi you see caves, waterfalls, national birds, 8 types of national birds, all the historical places of Georgia. Okay, she's telling that we go to old Tbilisi and we go to some caves and we see all the good places in that side as well. Within 30 minutes and provided with some free drinks, yes. Drinks and also and it's the windiest, coolest day, friends. Actually I'm literally shivering but still I wanted to get this beautiful experience for you. Please stay tuned to Travels Cute and please watch, subscribe, support, comment, share. Please be with Travels Cute, friends. It's really beautiful and it's very windy. ഫ്രണ്ട്സ്, സോ അപ്പോൾ ഇവിടുത്തെ ഡോക്കിൽ നിന്നാണ് നമ്മൾ ഈ ചെറിയ ഡോക്സിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറേണ്ടത്. അപ്പോൾ അവരുടെ ആ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് ലിറ്ററലി. കുറേ ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെന്താ നമ്മൾ മലയാളിയാണ്, അയ്യോ പക്ക മലയാളിയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു മലയാളി ഫാമിലിയെ കണ്ടു. Say hi to my channel. I'm from Kochi. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് ടീ തന്നു, നല്ല കടുപ്പത്തിലൊരു ചായ. ഞാൻ ആകെ ഷിവർ ചെയ്യുമായിരുന്നു, കാരണം നല്ല വിൻഡാണ് ഫ്രണ്ട്സ്. സോ അപ്പോൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. സോ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ മലയാളി ഫാമിലി എല്ലാവരും അവിടെ എത്തി. സോ വി ഹാവ് ടു ഗോ ആൻഡ് ഫൈൻഡ് എ ഗുഡ് സീറ്റ് കണ്ടുപിടിക്കണം. ഫ്രണ്ട്സ്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ ഈ ബ്രിഡ്ജ് ഓഫ് പീസിന്റെ ആ ഒരു വ്യൂ ഉണ്ട് നമുക്ക് പുറകില്. പിന്നെ ഇതാണ് ബോട്ട്. ഫ്രണ്ട്സ്, സത്യം പറയാലോ എനിക്ക് പേടിയുണ്ട് കണ്ടിട്ട്, കാരണം നല്ല തിരകളൊക്കെ പോലെ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ പളപളാ ഇങ്ങനെ കിളുകിക്കൊണ്ടിരിക്കുന്ന വാട്ടറാ ഫ്രണ്ട്സ്. ഞാനപ്പോ എനിക്ക് നീന്താനൊന്നും അറിയില്ല കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒട്ടൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു ബോട്ടാണ്, അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഫ്രണ്ട്സ്. സോ അപ്പം നമ്മളുടെ ഈ ഒരു ബോട്ടിംഗ് ജേർണി സ്റ്റാർട്ട് ആയിരിക്കും. ഈ ഒരു സ്പോട്ട് പോകുന്നതിന് പേടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം, ഹോട്ടൽ ബെലൂൺ ആൻഡ് ബ്രിഡ്ജ് ഓഫ് പീസ്. ഒരു പെർഫെക്റ്റ് ക്യാൻവാസ് ആണ് ഫ്രണ്ട്സ്. ഇതാണ് പബ്ലിക് സർവീസ് ഹാള്. അവരുടെ ആ ഒരു ഗവൺമെന്റ് വിസ എല്ലാം നമുക്ക് ഇവിടുന്ന് അങ്ങനെ പ്രോസസ് ചെയ്യുന്ന ഒരു സെന്ററാണ് ഗവൺമെന്റിന്റെ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള ജോർജിയൻ സിറ്റിയുടെ ആ ഒരു ഈവനിങ് വൈബ്സ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലബ്സ്, അതിൽ താഴെ ആ ബ്രിഡ്ജ് ഓഫ് പീസിന്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം ഫ്രണ്ട്സ്. പിന്നെ ആ മലകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി, ഒരു ഇതാണ് ജോർജിയയിൽ എവിടെ നോക്കിയാലും. ഫ്രണ്ട്സ്, ഇവർ ബോളിവുഡ് പാട്ടൊക്കെ ഇട്ടേക്കുവാണ്. കാരണം കുറച്ച് മലയാളീസാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, മലയാളി ഫാമിലീസാണ്. അപ്പോൾ ബോളിവുഡ് പാട്ടൊക്കെ ഇട്ടേക്കും, പക്ഷെ ഭയങ്കര ലൗഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ വോളിയും കുറച്ച് വെച്ചേക്കുവാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ ഒരു കാഴ്ച, മുകളിൽ നിങ്ങൾക്ക് കേബിൾ കാറും താഴെ വേറൊരു സ്പീഡ് ബോട്ടും പോകുന്നത് കാണാം. സോ അപ്പം ഇവിടെ നമ്മൾ ഈ ബോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കേബിൾ കാർ കാണാം, മദർ ഓഫ് ജോർജിയയുടെ കാണാം, പിന്നെ ഈ ബ്രിഡ്ജ് കാണാം, പിന്നെ സിറ്റിയുടെ ആ ഒരു ഇത് കാണാം. അത് കൂടാതെ ഇനി കുറേ കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി വരുന്നത് ബേർഡ്സ് വാച്ചാണ്, മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. സോ ഇവരുടെ ഒരു പ്രകൃതി വെച്ചാൽ ഒരു കേസ് പോലെയാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സ്. അവർ തന്നെ അവിടെ നെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ, അതായത് ഇത്തിരി കൂടി ലക്ഷറി ആയിട്ടുള്ള ബോട്ടിങ്സ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ തീരത്തോട് ഒത്തിരി ചർച്ചസും അവരുടെ പഴയ ട്രഡീഷണൽ ഹൗസിങ്ങും നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ മൈഗ്രേറ്ററി ബേർഡ്സും. സോ പ്ലീസ് എൻജോയ്. ഫ്രണ്ട്സ്, നമ്മളിനി ആ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ആ കേവ്സും ആ ബേർഡ്സ് വാച്ചുമാണ് ഇനി അടുത്തത് വരുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.
ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ബേർഡ്സിനെയൊക്കെ കണ്ടു. അതിൻ്റെ കേവ്സ് ഒക്കെ 2-3 ഭാഗങ്ങളായിട്ട് നമ്മൾ കണ്ടായിരുന്നു. സോ ഇനിയും ഒരു ഭാഗത്തും കൂടി അങ്ങനെ ബേർഡ്സ് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അവർ പറയുന്നുണ്ട്. സോ ഇപ്പോൾ ലെറ്റ്സ് സീ. പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഭയങ്കര വിൻഡ് ഫ്രണ്ട്സ്, ഭയങ്കര വിൻഡി ആയിരുന്നു. എനിക്ക് എന്റെ തൊപ്പിയൊക്കെ 2-3 പ്രാവശ്യം പറന്നുപോയി. ഷോർട്ട് പറന്നു പോയിരുന്നെങ്കിൽ എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞു ബോട്ടിംഗ്. വളരെ എന്താ പറയാ, എൻജോയ് ചെയ്തൊരു ബോട്ടിംഗ് ആയിരുന്നു ഫ്രണ്ട്സ്. ഇത് ചെറിയൊരു ബോട്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ദിവസമാണ്. സോ അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. കാരണം ഫോണൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ആയിരുന്നു. സോ അപ്പം എന്തായാലും ഈ വിൻഡി ആയിട്ടുള്ള ഈ ഒരു ദിവസത്തെ ഈ ചെറിയ ഈ ബോട്ടിങ്ങിന്റെ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ്,
ഷെയർ ട്രാവൽ സ്ക്യൂഡ്. സോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ട്രാവൽ സ്ക്യൂഡിന് ആവശ്യമാണ്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ട്രാവൽ സ്ക്യൂഡ്. സോ ഈ ബോട്ടിങ്ങിന്റെ ചെറിയൊരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സോ അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.